ഗോവിന്ദച്ചാമിയുടെ കയ്യിൽ നിന്ന് ആ സൗമ്യ മരിച്ചുപോയി. വേടന്റെ കയ്യിൽ നിന്നൊരു പെൺകുട്ടി ഇപ്പോഴും ജീവച്ഛവമായി തൃശ്ശൂരിൽ കഴിയുന്നുണ്ട് കേട്ടോ. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കേരളീയം മാസികയുടെ പ്രതിനിധി ആ പെൺകുട്ടിയുമായി നടത്തിയ ഇന്റർവ്യൂ, അക്കാര്യം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഏറ്റവും ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടൊരു പെൺകുട്ടി, വേടൻ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടൊരു മാപ്പ് പോലും പറയാതെ ആ പെൺകുട്ടിയുടെ വിലാപം, ആ പെൺകുട്ടിക്ക് ശക്തിയില്ല. ഇനി എങ്ങനെയാണ് വേടനോട് എങ്ങനെയാണ് പൊരുതുക? കാരണം വേടൻ കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തെ നവോത്ഥാനമാണത്രേ. അങ്ങനെയാണ് അയ്യങ്കാളിയെപ്പോലെ വേടൻ എന്നൊക്കെയാണ് പറയുന്നത്. ആലങ്കോട് ലീലാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുകയുണ്ടായി. ഞാനൊക്കെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആലങ്കോട് ലീലാകൃഷ്ണൻ. അന്തംഗമ്മികളെപ്പോലെ പ്രസംഗിക്കുകയാണ്. വേടൻ മഹാനാണത്രേ. വേടന്റെ കൃതി, വേടന്റെ സാഹിത്യം, വേടന്റെ പാട്ടുകൾ. രേവതി സമ്പത്തിനെ നിങ്ങൾക്കറിയാലോ. സിദ്ദിഖിനെതിരെ ലൈംഗിക പീഡന പരാതി കൊടുത്ത രേവതി സമ്പത്ത് എന്ന ചലച്ചിത്രകാരി. രേവതി സമ്പത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട്, വേടൻ പീഡിപ്പിച്ച ആ പെൺകുട്ടിയുടെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് വേടനെതിരെ സാംസ്കാരിക രംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രൂരമായ മൗനത്തെക്കുറിച്ച് രേവതി പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ പീഡകനാണ് വേടൻ എന്ന് രേവതി സമ്പത്ത് ആ വീഡിയോയിലുടനീളം പറയുന്നു. എന്നിട്ടും വേടനെ നിങ്ങൾ പിന്താങ്ങുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വേടനെ പോലെയുള്ള ക്രിമിനലുകളെ നമ്മൾ ആദരിക്കുന്നു, സർക്കാരിന്റെ പരിപാടികളിൽ കൊണ്ട് എഴുന്നള്ളിക്കുന്നു, വേടന്റെ സാഹിത്യം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തെ ക്രിമിനൽ വൽക്കരിക്കുകയാണ് ഈ ഗുണ്ടാസംഘം. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാസംഘം. വി എസ് അച്യുതാനന്ദൻ വിട പറഞ്ഞിട്ട് ദിവസങ്ങൾ എന്ന് പറയാറായിട്ടില്ല, മണിക്കൂറുകളാവുന്നേ ഉള്ളൂ. ആ ചിത കത്തിയമർന്നിട്ട്, ചിതയുടെ ആ ചിതാഗ്നിയുടെ ആ വെണ്ണീരിന്റെ ആ ചാരത്തിന്റെ ചൂടിപ്പോഴും മാഞ്ഞിട്ടില്ല. ഒരു അധ്യായം അവസാനിച്ചിരിക്കുന്നു. CPM ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോയിൽ, കത്തിത്തീർന്നത് അല്ലെങ്കിൽ എരിഞ്ഞു തീർന്നത് VSന്റെ ഭൗതിക ശരീരം മാത്രമായിരുന്നില്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൂടിയാണ്. ഇനിയില്ല, ഇനി ആകെയുള്ളത് പിണറായിയുടെ ഗുണ്ടാസംഘമാണ്. പിണറായിയുടെ ഗുണ്ടാസംഘവും പിന്നെ കുറെ വാളുകളും, ഇതേപോലെ കുറെ മന്ത്രിമാർ.